എന്നാൽ ഇപ്രാവശ്യം വില്ലൻ ഒരക്ഷരം മിണ്ടുന്നില്ല. എത്ര ചോദിച്ചിട്ടും അവൻ മറുപടി പറയുന്നില്ല. അതിനു പകരമായിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ് ഹീറോയ്ക്ക്. മെസ്സേജ് വായിച്ചു നോക്കുമ്പോൾ വോക്കി ടോക്കി പുറത്തേക്ക് വലിച്ചെറി എന്നായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക. ഹീറോ നിസ്സഹായനായി ആ വോക്കി ടോക്കി മാത്രം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇത് കണ്ട പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവില്ല. അവർക്കാരാണ് കുറ്റവാളി എന്ന് പിടികിട്ടുന്നില്ല. എന്നാൽ ഹീറോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഈ വില്ലൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹീറോ തന്റെ കാറിന്റെ ഹോൺ അടിച്ചു നോക്കുക. അപ്പൊ അതേ ഹോൺ ശബ്ദം ഈ ഫോണിൽ കൂടിയും കേൾക്കാൻ കഴിയുന്നുണ്ട്. സോ വില്ലൻ അടുത്തുണ്ടെന്ന് ഉറപ്പായി. ദൂരേക്ക് നോക്കുമ്പോൾ ഒരാള് സംശയാസ്പദമായി മൊബൈലിലൂടെ സംസാരിക്കുന്നതും കാണാം. വില്ലൻ ഹീറോയോട് പറയാണ്, നീ ആരെയും പറ്റിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. 6 വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മയില്ലേ നിനക്കൊന്നും? ഇതും പറഞ്ഞ് കോള് കട്ടാവുന്നു. ഹീറോയ്ക്കൊന്നും മനസ്സിലാവില്ല. മോള് പുറകീന്ന് പറയും ആരോ സിഗ്നൽ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. സോ പോലീസുകാര് സിഗ്നൽ ബ്ലോക്കർ വെച്ച് അവിടെയുള്ള എല്ലാ മൊബൈൽ സിഗ്നൽസും കട്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ലേഡി ഓഫീസർ വരും. ഞങ്ങളിപ്പോ മൊബൈൽ സിഗ്നൽസ് എല്ലാം കട്ട് ചെയ്തു. ഇനി കുറച്ച് സമയത്തേക്ക് ആ കൊള്ളക്കാരന്റെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങൾ ബോംബിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് പോലീസുകാർ ചോദിക്കും. ഹീറോ പറയും, ആരോ ഞങ്ങളുടെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് കാറിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. പകരം പണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മക്കളെയും വെച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവനിവിടെ അടുത്തെവിടെയോ തന്നെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ അവനെ കണ്ടുപിടിക്കണം. ഇത് കേട്ട പോലീസുകാരി, ഞങ്ങൾ അവനെ കണ്ടുപിടിക്കാം. അതിനു മുൻപ് നിങ്ങളുടെ മകന് മെഡിക്കൽ സഹായം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. കാറിന്റെ ഡോർ തുറന്നു തരണമെന്ന് പറയും. ഹീറോ പോലീസുകാരെ വിശ്വസിച്ച് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുന്നു. അപ്പൊ വേറെയും 2 പോലീസുകാർ ഡോഗൊക്കെ ആയിട്ട് വന്ന് ഈ കാറ് മുഴുവൻ പരിശോധിക്കുക. ഹീറോയുടെ സീറ്റിനടിയിൽ ബോംബുണ്ടെന്ന് ഉറപ്പായി. അതൊരു ഹോം മെയ്ഡ് ബോംബാണ്. അതേപോലെ കോ ഡ്രൈവർ സീറ്റിലും ഈ ബോംബ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും പരിശോധിച്ചു കഴിഞ്ഞ് പോലീസുകാരി ഹീറോയുടെ മൊബൈൽ ഫോൺ ചോദിക്കും. അതിലാരാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ ആ വില്ലൻ വിളിച്ച മൊബൈൽ അല്ലാതെ മാറി ഹീറോയുടെ മറ്റേ മൊബൈലാണ് പോലീസുകാർക്ക് കൊടുക്കുന്നത്. ഇത് കണ്ട മകള് ചോദിക്കും, അച്ഛൻ എന്തിനാ മൊബൈൽ മാറ്റി കൊടുത്തതെന്ന്. അപ്പൊ ഹീറോ, ആ വില്ലൻ വീണ്ടും വിളിക്കാൻ സാധ്യതയുണ്ട്. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയും. ഇത് കഴിഞ്ഞ് പോലീസുകാരി വന്നിട്ട് കാറിന് പിറക് സീറ്റിലായിട്ട് ബോംബൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ സേഫാണ് പുറത്തിറങ്ങാൻ. ഞാൻ അവരെ പുറത്തിറക്കിക്കോട്ടെ എന്ന് ചോദിക്കും. ഹീറോ തീർച്ചയായിട്ടും എന്റെ മക്കളെ രക്ഷപ്പെടുത്തു എന്ന് പറയാണ്. ഉടനെ പോലീസുകാര് മകനെ ഒരു സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോകും. അത് കഴിഞ്ഞ് മോളാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പോലീസുകാരി വന്നിട്ട്, മോളെ ഒന്നും പേടിക്കണ്ട, മോള് പുറത്തേക്ക് ഇറങ്ങി വായോ, പോലീസുകാരുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ന് പറയും. അപ്പൊ മോള്, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം, പക്ഷെ എന്റെ അച്ഛനൊന്നും സംഭവിക്കരുത്, അദ്ദേഹത്തെയും കൂടെ രക്ഷപ്പെടുത്തണം എന്ന് പറയും. പോലീസുകാരി, തീർച്ചയായിട്ടും മോൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങ്, അത് കഴിഞ്ഞിട്ട് അച്ഛനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് മോളെ പുറത്തിറങ്ങാൻ നിർബന്ധിക്കുക. അച്ഛനും പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ സംഭവത്തിൽ എന്തോ പന്തികേട് തോന്നിയിട്ട് അച്ഛനില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്നും പറഞ്ഞ് മോള് വാശി പിടിച്ച് സീറ്റിൽ കെട്ടിപ്പിടിച്ചിരിക്കുക. പോലീസുകാരി അവളെ പുറത്തേക്ക് ഇറങ്ങാൻ വലിക്കുന്നുണ്ട്. ആ സമയത്ത് മോള് ചാടിക്കേറി കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കും. അതോടുകൂടെ ആ 2ാമത്തെ ബോംബ് കൂടെ ആക്ടിവേറ്റ് ആയി. നീ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്ന് പോലീസുകാരി ചോദിക്കുകയാണ്. അതിന് മോള് പറയും, അവിടെ സ്നൈപ്പർ ഷൂട്ടർമാര് റെഡി ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യും. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ എന്റെ അച്ഛനെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് മോള് കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛൻ മോളെ വഴക്ക് പറയുന്നുണ്ട്. എന്നാലും അവള് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഈ സമയത്ത് മകനെ പോലീസുകാര് അമ്മയോടൊപ്പം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവന് ചികിത്സ കൊടുക്കുകയായിരിക്കും. അപ്പോഴാണ് ലേഡി ബോംബ് ഓഫീസർ ഈ ഇൻസ്പെക്ടറെ കണ്ട് ചീത്ത പറയുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞു സ്നൈപ്പർമാരെ റെഡിയാക്കി നിർത്താൻ? അതുകൊണ്ടാണ് ഇത്രയും കുഴപ്പങ്ങളുണ്ടായത്. ഞാൻ എല്ലാം സോൾവ് ചെയ്യുമായിരുന്നല്ലോ. അത് കേട്ട ഇൻസ്പെക്ടർ, അവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കൂടുതൽ പേർക്ക് അപകടമുണ്ടായാൽ ഞങ്ങളാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. ഇപ്പൊ അവൻ തന്ന മൊബൈലിൽ ആരും തന്നെ വിളിച്ചിട്ടില്ല. അവൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അവൻ നമ്മളെയും കൂടെ പറ്റിക്കാൻ നോക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിക്കുകയാണ് ഇൻസ്പെക്ടർ. ആ സമയത്ത് മോളാണെങ്കിൽ കാറിൽ വെച്ചിട്ട്, അച്ഛാ, ഈ കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ആഴ്ച നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോയാലോ? 3 സിനിമ എനിക്ക് ഒരുമിച്ച് കാണണം. ഒരുപാട് നാളായി നമ്മൾ കുടുംബത്തോടെ പടം കണ്ടിട്ട്. അത് കേട്ട അച്ഛൻ കരയുക. ഉറപ്പായിട്ടും ഞാൻ മോളെ വിളിച്ചോണ്ട് പോകാമെന്ന് അച്ഛൻ പറയും. അപ്പോഴായിരിക്കും പോലീസുകാരുടെ അടുത്തേക്ക് ഹീറോയുടെ അനുജനാണെന്നും പറഞ്ഞ് ഒരാള് ഹീറോയോട് സംസാരിക്കാം, കുഞ്ഞിനെ വിടുവിക്കാമെന്നും പറഞ്ഞു വരുന്നു. പോലീസുകാര്, നിങ്ങളെ ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. പോലീസുകാര് ചുറ്റും വളഞ്ഞിട്ടുണ്ട്. അങ്ങേർക്ക് ഇനി രക്ഷയില്ല. കുഞ്ഞിനെ ദയവ് ചെയ്ത് വെറുതെ വിടാൻ പറയണം. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നും പറഞ്ഞ് അതേസമയം കെയർഫുൾ ആയിട്ടിരിക്കാനും പറഞ്ഞ് ഈ അനുജനെ പറഞ്ഞു വിടുന്നു. നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. പക്ഷെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഈ അനുജൻ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, മിസ്റ്റർ ലീ, നിങ്ങൾ പ്രതീക്ഷിച്ചത് സത്യമാണ്. അതെ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ വില്ലൻ, നിങ്ങളെ കൊല്ലാൻ വന്ന വില്ലൻ. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് മുന്നേ പോലീസുകാർ തന്നെ കൊന്നുകളയുമോ എന്ന ഭയമായിരുന്നു. പക്ഷെ ഇനിയും സമയമുണ്ട്, നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഹീറോ ഈ വില്ലന്റെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട്, സത്യം പറയാടാ, നീ ആരാണ്? നീ എന്താണ് പറഞ്ഞത് 6 വർഷങ്ങൾക്ക് മുന്നേ?
6 വർഷങ്ങൾക്ക് മുന്നേ എന്ത് സംഭവിച്ചു? നീ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീയാണ്, അല്ലാതെ എന്റെ കുടുംബമല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത്? അത് കേട്ട വില്ലൻ പറയും, നീ ഒരു കൊലപാതകയാടാ. എത്ര പേര് നീ കാരണം മരിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് കേട്ട ഹീറോ, നിന്നെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ എങ്ങോട്ടും ഞാൻ വെറുതെ വിടില്ല. ഈ കാറ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അതിന് വില്ലൻ, ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാടാ വന്നത്. ഒരുമിച്ച് മരിക്കാം. അതിനു മുൻപ് എനിക്ക് ചെയ്യേണ്ട ചില കടമകളുണ്ട്. ഇതും പറഞ്ഞ് വില്ലൻ നാടകം കളിക്കാൻ തുടങ്ങും. ചേട്ടാ, നമ്മുടെ മകളെ കൊല്ലല്ലേ, അവളെ വെറുതെ വിടൂ, അവള് പാവമാണ്, നമുക്ക് എന്തുണ്ടേലും പരിഹരിക്കാം. എന്റെ അനന്തരം അവളെ വെറുതെ വിടൂന്നും പറഞ്ഞ് പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിച്ചിട്ട്, ആരും പേടിക്കണ്ട, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാന്നും പറഞ്ഞ് പോലീസുകാർക്ക് കൈ കാണിക്കുന്നു. എന്നാൽ ഇയാളുടെ ആക്ടിവിറ്റിയിൽ സംശയം തോന്നിയ നമ്മുടെ ലേഡി ഓഫീസർ ഹീറോയുടെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പറയാൻ പറയും. ഭാര്യയാണെങ്കിൽ അപ്പോൾ ആശുപത്രിയിലാണ്. അവർ ആ ക്രൈം സീനിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ടിവിയിലൂടെ കാണുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ന്യൂസിൽ പറയുന്നത് പോലെ ഹീറോയുടെ സഹോദരനല്ല ഇപ്പൊ ഹീറോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹീറോയാണെങ്കിൽ വില്ലനോട് എന്റെ മകളെ മാത്രം വെറുതെ വിടൂ, ഞാൻ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് യാചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വില്ലൻ റിമോട്ട് കൺട്രോൾ എടുത്ത് മകളുടെ സീറ്റിലെ മാത്രം ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് ഹീറോയോട്, നീ എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നമ്മളെല്ലാവരും മരണപ്പെടുന്നു, ഇതാണ് സംഭവിക്കാന്നും പറഞ്ഞ് പോലീസുകാരുടെ നേരെ തിരിഞ്ഞ്, എന്റെ ചേട്ടൻ മോളെ വെറുതെ വിടാന്ന് പറഞ്ഞു, മോളുടെ സീറ്റിലെ മാത്രം ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും അടുത്ത് വരണ്ട, ഞാൻ മോളെ വിളിച്ച് ഇറക്കിക്കോളാം, ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് മോളുടെ അടുത്തേക്ക് വരാം. അപ്പൊ ഹീറോ, മോളെ ഇപ്പൊ മോള് പുറത്തേക്ക് ചെല്ല, മോള് കൂടെ ഉണ്ടെങ്കിൽ അച്ഛന് കൂടുതൽ പ്രഷറാ, ഞാൻ ഇതെല്ലാം സോൾവ് ആക്കിയിട്ട് മോളുടെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞ് മോളെ കാറിൽ നിന്ന് ഇറക്കി വിടാണ്. അപ്പൊ വില്ലൻ ഹീറോയോട് കാറിലെ ഗ്ലോ ബോക്സ് കൂടെ ചെക്ക് ചെയ്യാൻ പറയും. ഹീറോ ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു ബോംബ് കൂടെയുണ്ട്. അതിപ്പോ റണ്ണായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ 17 മിനിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. 17 മിനിറ്റിനുള്ളിൽ എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയില്ലെങ്കിൽ ആ ബോംബും കൂടെ പൊട്ടിത്തെറിക്കും. താൻ പണം ഏൽപ്പിക്കുന്നത് വരെ തന്റെ മകൾ എന്റെ കസ്റ്റഡിയിലായിരിക്കും എന്നും പറഞ്ഞ് വില്ലൻ മകളുടെ നേരെ തിരിഞ്ഞ്, ഈ കാര്യങ്ങളെങ്ങാനും നീ പോലീസുകാരോട് പറയാൻ ശ്രമിച്ചാൽ നിന്റെ അപ്പനെ ആ സെക്കൻഡിൽ തന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അത് കഴിഞ്ഞ അയാള് മോളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ഇനി ഹീറോയ്ക്ക് മറ്റൊരു ഓപ്ഷനുമില്ല. അവൻ കാറ് ബാരിക്കേഡ് ഇടിച്ചു പൊളിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറയാണ് വില്ലൻ. എന്നിട്ട് അയാൾ പറയുന്ന സ്ഥലത്തേക്ക് ഈ കാറ് കൊണ്ടുപോയി പണവും കൊടുക്കണം. ഹീറോ പോലീസുകാരെ വകവെക്കാതെ ബാരിക്കേഡും ഇടിച്ചു പൊളിച്ച് കാറ് പുറത്തേക്ക് ചീറിപ്പായിക്കാണ്. സിറ്റി മുഴുവൻ പോലീസുകാര് ഹീറോയ്ക്ക് ചെക്കായിട്ട് കാറുകൾ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹീറോ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ ലേഡി ഓഫീസർക്ക് ഭാര്യ വിളിച്ചിട്ട് ഹീറോയോട് സംസാരിച്ചത് സഹോദരനല്ല, അവനാണ് വില്ലൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ സത്യം മനസ്സിലാക്കിയ ലേഡി ഓഫീസർ ഈ വില്ലനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറയുന്നുണ്ട്. അതേ സമയത്ത് ഹീറോ എങ്ങോട്ടാണോ പോകുന്നത് ഹീറോനെയും ഫോളോ ചെയ്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ബാക്കിയുള്ള പണം കൊടുക്കാൻ വേണ്ടി ഏതോ ഒരു ഇൻവെസ്റ്ററെ കൂടെ ഹീറോ വിളിക്കുന്നുണ്ട്. പക്ഷെ അവര് പണം കൊടുക്കാൻ തയ്യാറാവില്ല. അവര് പെട്ടെന്ന് അത്രയും പണം കൊടുക്കാൻ ഭയമാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. സോ ഇനി പണം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഹീറോയുടെ മുതലാളിയെ തന്നെ വിളിച്ച്, സർ ദയവ് ചെയ്ത് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് പണം നിങ്ങൾ എനിക്ക് തരണം, നിങ്ങളല്ലാതെ ഇപ്പം എന്നെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല, ഞാൻ ആ പണം എങ്ങനെയെങ്കിലും തന്ന് വീട്ടിക്കോളാം, ഇപ്പം എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയും പണം എനിക്ക് തരുമെന്ന് പറഞ്ഞ് ചോദിക്കുക. അതിനാ മുതലാളി, നീ ഓൾറെഡി കമ്പനിയോട് ചോദിക്കാതെ 2 മില്യൺ പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞു, നിന്റെ ആക്ടിവിറ്റീസിന് നമ്മുടെ ബാങ്ക് റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഇപ്പം തന്നെ പ്രസിനെ വിളിച്ച് നീയും കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ പോവാണ്, ഇതൊന്നും ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നതല്ല, നിനക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്കും ഖേദമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല, ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുതെന്നും പറഞ്ഞ് മുതലാളി ഫോൺ കട്ട് ചെയ്യും. സോ പുള്ളിക്കാരൻ ഹീറോയെ കൈയൊഴിയാണ്. അത് കഴിയുമ്പോൾ ഹീറോ അവസാനം ഭാര്യയെ വിളിച്ച്, ഹണി നീ ഭയപ്പെടാണ്ട, നീ വിഡ്രോ ചെയ്ത പണം ഇപ്പം എനിക്ക് വേണം, അവൻ നമ്മുടെ മകളെ കൊണ്ടുപോയി എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ രക്ഷപ്പെടുത്തും, പേടിക്കണ്ട, ആ പണം ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് അയക്കണം, അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മകളെ തിരിച്ചു കിട്ടും, ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ. അത് കേട്ട ഭാര്യ, ഏത് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും ഞാൻ മാറ്റിക്കോളാം, നിങ്ങൾ മോളുമായിട്ട് തിരിച്ചു വായെന്നും പറഞ്ഞ് ഹീറോ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം മാറ്റിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ലേഡി ഓഫീസർ ഹീറോയുടെ കാറിനരികിലേക്ക് അവരുടെ കാർ ഓടിച്ചു വന്നിട്ട്, മിസ്റ്റർ ലീ, നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, ദയവ് ചെയ്ത് വണ്ടി നിർത്തൂ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്, ഇനി നിങ്ങൾ പോലീസുകാരെ ഭയക്കേണ്ടതില്ല, വണ്ടി നിർത്തൂ, നമുക്ക് സംസാരിക്കാന്ന് പറയും. എന്നാൽ ഹീറോ കാർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം മോളെയും കൂടെ ഇനി രക്ഷപ്പെടുത്താനുണ്ട്. അവൻ വില്ലനെ വിളിച്ച്, ഞാൻ അവളോട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു, ഇപ്പം എന്റെ മകൾ എവിടെയുണ്ട്, എനിക്ക് അവളെ തിരിച്ചു വേണം, ഞാൻ എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ചോദിക്കും. അതിനാ വില്ലൻ, ജാങ്കോ കെമിക്കൽസിലേക്ക് വായോ, നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടാകും, നീ പറ്റിച്ച ഒരുപാട് പേരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇത് കേട്ട ഹീറോ ഉടനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് വണ്ടി വെട്ടിത്തിരിച്ച് നേരെ ആ ജാങ്കോ കെമിക്കൽസിലേക്ക് പോവാണ്. അപ്പോഴായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഹീറോ പണ്ട് ഈ കമ്പനിയിൽ ഒരു സാധാരണ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇരട്ടി പണം തരാമെന്നും പറഞ്ഞ് പല ആൾക്കാരെയും കൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് കെട്ടിവെക്കുന്ന പണം ഒരിക്കലും നഷ്ടമാകില്ല എന്നാണ് ഇവരുടെ കമ്പനി ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതനുസരിച്ച് ഒരുപാട് പേര് പണം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റ് ലോസ് ആയപ്പോൾ അവരുടെ പ്രിൻസിപ്പൽ അമൗണ്ട് കൂടെ ചേർത്ത് എല്ലാ പണവും നഷ്ടപ്പെട്ടു പോയി. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കമ്പനി അവരെ ചതിക്കുകയായിരുന്നു. ചിട്ടി കമ്പനിയിലെ ആൾക്കാർ ചതിക്കപ്പെട്ടു എന്ന് കേൾക്കാറില്ലേ? സെയിം സംഭവമാണ് അവിടെ ഉണ്ടായത്. ഇത് ഹീറോയ്ക്കും കൂടെ ജോലി ചെയ്യുന്ന മറ്റ് എംപ്ലോയീസിനും അറിയാമായിരുന്നു. എന്നാൽ ഹീറോയുടെ അന്നത്തെ മാനേജർ പറഞ്ഞു, ഇവര് ചതിച്ച രേഖകളെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് നേരെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ. ഇത്രയും പേരെ പറ്റിച്ചതുകൊണ്ട് ഹീറോയ്ക്ക് പ്രൊമോഷൻ കിട്ടി. കമ്പനിയിലെ വലിയ പോസ്റ്റ് കൊടുത്തിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുക. ഹീറോയും തന്റെ ഉയർച്ച മാത്രം നോക്കിയിട്ട് നാട്ടുകാരെ വകവയ്ക്കാതെ ആ ഓർഡർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഹീറോ നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച ജാങ്കോ കെമിക്കൽസിന്റെ ഓണറായ ഒരു ലേഡി അവരോടി വന്ന് ഹീറോയോട്, ഈ കെട്ടിവെച്ച പണമെങ്കിലും തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ? ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കമ്പനി ആശ്രയിച്ച് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പട്ടിണിയിലാവും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോ ആ ലേഡിയെ വകവയ്ക്കാതെ അവിടുന്ന് കാർ ഓടിച്ച് പോവുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചു കഴിഞ്ഞ് പ്രസന്റിൽ കൊള്ളക്കാരൻ മോളുമായിട്ട് കാർ ഓടിച്ച് എങ്ങോട്ടോ പോകുകയായിരിക്കും. ആ സമയത്ത് അയാള് ആർക്കെല്ലാമോ വിളിച്ച്, നിങ്ങൾക്ക് വേണ്ട പണമെല്ലാം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലേ, അത് വീതിച്ചെടുത്തോളൂ, നമ്മൾ കേസ് ജയിച്ചു, നമ്മുടെ നഷ്ടപ്പെട്ട പണമെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ആരും ഇനി വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ടാവും. ഇത് കേട്ട മോൾക്ക് മനസ്സിലായി അച്ഛൻ ഇയാളോട് കാര്യമായ പാപം എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. മോൾ ആ വില്ലനോട് പറയും, എന്റെ അച്ഛൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുകയാണ്. അച്ഛൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ആളല്ല, അങ്ങേർക്ക് പറ്റിപ്പോയതായിരിക്കും, ദയവ് ചെയ്ത് അച്ഛനോട് ക്ഷമിക്കണം, അങ്ങേർക്ക് മാപ്പ് കൊടുക്കണം. ഇത് കേട്ട വില്ലൻ മകളോട് മറുപടി ഒന്നും പറയുന്നില്ല. അയാളുടെ കാറിലെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, നേരത്തെ ഹീറോയോട് സംസാരിച്ച ആ ജാങ്കോ കെമിക്കൽസിന്റെ ഓണറായ ലേഡി ഇയാളുടെ ഭാര്യയായിരുന്നു എന്ന്. ഇപ്പൊ ഹീറോ ആ ജാങ്കോ കെമിക്കൽസിന്റെ അരികിലേക്ക് വരാണ് കാർ ഓടിച്ച്. ആ കമ്പനി തന്നെ പൂട്ടിപ്പോയി. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം കണ്ട് കണ്ണീർ വാർത്ത് ഹീറോ തൊട്ടടുത്തുള്ള ഈ കെമിക്കൽസിന്റെ ഗ്രൗണ്ടിലേക്ക് ചെല്ലാണ്. അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് വാ കെട്ടിവെച്ച അവസ്ഥയിൽ മകൾ ഇരിപ്പുണ്ടാവും. മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് വില്ലൻ ഹീറോയെ ഫോൺ വിളിക്കുന്നത്. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ഒരു നിമിഷത്തിൽ നിനക്ക് വേണ്ടപ്പെട്ടതെല്ലാം നിന്റെ കയ്യിൽ നിന്നും കളഞ്ഞു പോയാൽ എങ്ങനെയുണ്ടാകും? ആ വേദന നീ മനസ്സിലാക്കിയോ? നീ കാരണം വയറ്റിലുണ്ടായിരുന്ന എന്റെ ബേബി ബോയും എന്റെ ഭാര്യയുമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് കുടുംബവും ജീവിതവും നഷ്ടപ്പെട്ടു. ആ സ്ത്രീ ആക്ച്വലി ഗർഭിണിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ അവർ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ ഇതിനെല്ലാം കാരണക്കാരൻ താനാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ആ കാര്യം തന്റെ മകളോട് പറയും. താനാണ് കുറ്റക്കാരൻ, ഇതിനെല്ലാത്തിനും കാരണം താനാണ് എന്നുള്ളത് ഹീറോ മകളോട് പറയാണ്. മോളെ, അച്ഛൻ വലിയ വലിയ തെറ്റുകൾ ചെയ്തു. ജനങ്ങൾക്ക് നഷ്ടം വരും എന്നറിഞ്ഞിട്ടും അവരുടെ പണം വാങ്ങി ഞങ്ങൾ അവരെ പറ്റിക്കുകയായിരുന്നു. അത് കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പലർക്കും ജീവിതം ഇല്ലാതായി. ഇതെല്ലാം എനിക്കറിയാമായിരുന്നു. കമ്പനി ചെയ്യുന്ന തെറ്റുകൾ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ കണ്ണടച്ചു നിന്നു. എന്റെ സ്വാർത്ഥത, എന്റെ വളർച്ച, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഈ തെറ്റുകൾക്കെല്ലാമുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മോൾ അമ്മയോട് പറയണം, ഞാൻ അമ്മയെയും അനിയനെയും എന്റെ പൊന്നുമോളെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന്. അച്ഛനോട് മോള് പൊറുക്കണം. ഇതും പറഞ്ഞ് ഹീറോ മരിക്കാൻ തയ്യാറാവാണ്. അതായത് ഇനി അടുത്തത് തന്റെ മരണം തന്നെയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. എന്നാൽ ആ മരണം ഏറ്റെടുക്കാൻ ഹീറോ തയ്യാറാവും. അപ്പോഴായിരിക്കും വില്ലൻ വന്ന് കാറിയിരിക്കുന്നത്. അപ്പൊ ഹീറോ വില്ലനോട്, ഞാൻ മരിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും പ്രായശ്ചിത്തം ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു ചാൻസ് കൂടെ തന്നുകൂടെ എന്ന് ചോദിക്കും. ഞാൻ സാക്ഷ്യം പറയാം, കോടതിയിൽ സാക്ഷ്യം പറയാം, തെറ്റ് ചെയ്തത് എന്റെ കമ്പനിയാണെന്ന് പറയാം, നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരാം, എനിക്കൊരു അവസരം കൂടെ തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അതിന് വില്ലൻ, ഇത് തന്നെയാണ് ഞാൻ എന്റെ ഭാര്യയോടും ചോദിച്ചത്, പക്ഷെ അവള് പറഞ്ഞു ഒരുപാട് വൈകിപ്പോയെന്ന്. മാപ്പ് അത് ബലഹീനർക്കാണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിന്നെപ്പോലുള്ള സ്വാർത്ഥന്മാർക്കല്ല. ഇതും പറഞ്ഞ് വില്ലൻ അയാളുടെ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടിട്ട്, ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? വണ്ടി ഇവിടുന്ന് തന്നെ പൊട്ടിത്തെറിച്ചാൽ നിന്റെ മകളും കൂടെ നമ്മുടെ കൂടെ വരേണ്ടി വരും. കാർ മുന്നോട്ടെടുക്ക് എന്ന് പറയും. ഈ സമയത്ത് പോലീസുകാരും ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി 42 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഹീറോ വണ്ടി മുന്നോട്ടെടുക്കും. കാർ വേഗത്തിൽ ഓടിച്ച് കടലിലേക്ക് ചാടിച്ചിറക്കാണ് ഹീറോ. കാർ അങ്ങനെ വെള്ളത്തിലൂടെ അടിയിലേക്ക് ഊളിയിട്ട് പോകുന്നു. ആ സമയത്ത് വില്ലന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഹീറോയ്ക്ക് മാത്രമേ ബോധമുള്ളൂ. വില്ലൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. ഇനി ബോംബ് പൊട്ടാൻ 18 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. തനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ രക്ഷപ്പെടാൻ എന്ന് നോക്കുമ്പോൾ ഒരു കട്ടിയുള്ള പുസ്തകം ഈ കാറിലുള്ളതായിട്ട് ഹീറോ കാണും. ഹീറോ ആ പുസ്തകം എടുത്ത് സ്റ്റിയറിങ്ങിനും കാറിന്റെ സീറ്റിനും ഇടയിൽ ഉറപ്പിച്ചു വെച്ചിട്ട് സീറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടുക. അപ്പൊ കാറിൽ ആരോ ഇരിക്കുന്നതിന്റെ പ്രഷർ കൂടെ ഉണ്ടാവുമല്ലോ. സോ ആ പ്രഷർ ബോംബ് പൊട്ടിത്തെറിക്കില്ല. മറ്റേ ടൈമർ ബോംബ് പൊട്ടിത്തെറിക്കാൻ 2 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഹീറോ കാറിൽ നിന്ന് വെളിയിലേക്ക് കടക്കും. അടുത്ത സെക്കൻഡ് ഈ ബോംബ് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു. അച്ഛൻ മരിച്ചു പോയെന്നും പറഞ്ഞ് മോള് കടന്ന് പെടഞ്ഞ് കരയുന്നുണ്ടാവും. എന്നാൽ അപ്പോഴായിരിക്കും
ഹീറോയുടെ ബോഡി മാത്രം മുകളിലേക്ക് പൊന്തി വരുന്നു. പോലീസുകാർ ആ ബോഡി വലിച്ച് കരയിലേക്ക് അടുപ്പിച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാണ്. ഹീറോയ്ക്ക് ജീവൻ വെച്ചു. മോള് പോലീസിനെ എല്ലാം തള്ളി മാറ്റി അപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഹീറോ മാത്രം രക്ഷപ്പെട്ടു. മറ്റേ ആൾക്ക് ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരില്ലെന്ന് പറയും. ഇത് കഴിഞ്ഞ് ഹീറോ നേരെ പത്രക്കാരടുത്തേക്കാണ് പോകുന്നത്. തനിക്ക് വലിയൊരു തെറ്റുപറ്റി, താൻ ആ കമ്പനിക്ക് കൂട്ടുനിന്ന് നാട്ടുകാരെ എല്ലാം ചതിച്ച കാര്യം ഹീറോ പത്രക്കാരോടും TV ന്യൂസ് ചാനലുകാരോടും പറയും. ഇത് കഴിയുമ്പോഴാണ് ഹീറോയുടെ മുതലാളി ഹീറോയെ വിളിച്ചിട്ട്, മിസ്റ്റർ ലീ, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം, പക്ഷെ ഒന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. നമ്മുടെ കമ്പനി പരിപാടിയിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതൊരു പ്രതികാരമായിട്ടെടുത്ത് നീ ഞങ്ങൾക്കെതിരെ തിരിയരുത്. നമുക്കെല്ലാം പരിഹരിക്കാം, നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയും. ഹീറോ ഒന്നും മിണ്ടാതെ കോള് കട്ട് ചെയ്യാണ്. ഇങ്ങനെയുള്ള നാറികളോട് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ഭേദം. വലിയ പ്രതികാര വർത്താനൊന്നും പറയാതെ സിമ്പിളായിട്ട് കോള് കട്ട് ചെയ്തു. ഇനി അയാളെ പിടിച്ച് ജയിലിലിടട്ടെ. താൻ ചെയ്ത കുറ്റം മനസ്സിലാക്കി ഇനി പ്രായച്ചിത്ത ജീവിതം നയിക്കും ഹീറോ. അതിനും മാത്രം വേദന അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ആ കുറ്റബോധത്തിലുള്ള ജീവിതം തന്നെയാണ് വലിയ ശിക്ഷ. ഇനി നന്മ മാത്രമുള്ള ഒരു പരോപകാരിയായിട്ട് ഹീറോ ജീവിക്കും എന്ന് പ്രതീക്ഷിക്കാം. അവിടെ വെച്ച് ഹാർഡ് ഹിറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from ഒരു കഥ.